ചെറിയ കാലയളവല്ല, 7-8 വർഷങ്ങൾ. അമ്പാലിയും മോളെയും ഒരു നോക്ക് കാണാതെ, ഒന്നും മിണ്ടാതെ, നിങ്ങളുടെ ജീവിതം എന്തെന്നറിയാതെ, ഒടുവിൽ സഹികെട്ട് ഹോസ്പിറ്റലും പേഷ്യൻസും കുടുംബവും എല്ലാം മറന്നിങ്ങ് പോന്നതാ. ഉള്ളിലൊരാശ ഞാനും സൂക്ഷിച്ചിരുന്നു, ദൂരെ നിന്നെങ്കിലും ഒന്ന് കാണാൻ. പക്ഷേ ഇതിനായിരുന്നെങ്കിൽ വേണ്ടായിരുന്നു. സ്വന്തം മകളുടെ മുമ്പിൽ ചെറുതായില്ലേ? അതിന് അവളേക്കാൾ വലിപ്പമോ മഹത്വമോ എനിക്കുണ്ടെങ്കിലല്ലേ. ഒരു മകളുടെ അവകാശം, അവൾക്ക് കിട്ടേണ്ട സ്നേഹം, സുരക്ഷിതത്വം, ഒരിക്കലും അതൊന്നും കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. പകരം സമൂഹത്തിന് മുന്നിൽ പിഴച്ചു പറ്റ സന്തതി എന്ന ദുഷ്പേര് സമ്പാദിച്ചു കൊടുത്തു ഞാൻ എന്റെ കുട്ടിക്ക്. തമ്പുരാൻ മാത്രമല്ലല്ലോ, ഞാനും അതിനൊരു ഉത്തരവാദിയല്ലേ. മായയുടെ ചോദ്യങ്ങൾക്കും വിചാരണയ്ക്കും മുൻപിൽ ഒരിക്കലും തല താഴ്ത്തിയില്ലേലും ഉള്ളിൽ ഞാൻ എന്നെ തന്നെ ശപിച്ചിരുന്നു. കഴുത്തിൽ ഒരു താലി ചരട് പോലും ഇല്ലാതെ ഈ അമ്മ വീട്ടിൽ അവൾക്ക് ജന്മം കൊടുക്കേണ്ടി വന്നതിൽ കുറ്റബോധം അമ്പാലിക്ക് ആവശ്യമില്ല. പഴയ ദേവദാസി പാരമ്പര്യം പോലെ രാജകുടുംബത്തിൽ പിറന്നവന് ഈ തറവാടിന്റെ വാതിൽ തുറന്നു തരികയല്ലോ താൻ ചെയ്തത്. കണ്ടുമുട്ടിയ കാലത്ത് ജീവിതത്തെക്കുറിച്ച് ഞാൻ തന്ന പ്രതീക്ഷകളിൽ വിശ്വാസം അർപ്പിച്ച് എന്നെ സ്നേഹിച്ചു. പിന്നെ പ്രായത്തിന്റെ ഒരു കൈത്തറ്റ്. പക്ഷെ ഞാൻ ഒളിച്ചോടിയില്ല. മായയെ താൻ ഉദരത്തിൽ പേർന്നു എന്നറിഞ്ഞപ്പോൾ ഒരു താലിച്ചരടുമായി ഈ മുറ്റത്ത് വന്നു നിന്നു. പക്ഷേ ഈ വാതിൽ എനിക്ക് മുന്നിൽ അടഞ്ഞു കിടന്നു. എനിക്കതിനെ കഴിയുമായിരുന്നുള്ളൂ. സമൂഹത്തിൽ അന്തസ്സും ആഭിജാത്യവുമുള്ള തമ്പുരാന്റെ കോവിലകം, അവിടുത്തെ ആചാരങ്ങൾ, ബന്ധങ്ങൾ, അവരോട് തമ്പുരാൻ പുലർത്തേണ്ട കടമകൾ, അതിനിടയിലേക്കൊരു ദേവദാസി. അതിന്റെ പേരിൽ ആ കോവിലകത്തെ മനുഷ്യരും തമ്പുരാനും ഒരായുസ് മുഴുവൻ അനുഭവിക്കാനിടയുള്ള അപമാനങ്ങൾ, അതോർത്താ ഞാൻ എന്നെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചതും അതുകൊണ്ട് തന്നെയാണെന്ന് നല്ല ബോധ്യമുണ്ട്. നിന്റെ ത്യാഗം, അതിന്റെ ഫലം ആ ജീവിതത്തിലെ വർമ്മയുടെ നേട്ടങ്ങൾ, കുടുംബം, കുഞ്ഞുങ്ങൾ, എല്ലാം. പക്ഷേ തനിക്ക് നഷ്ടപ്പെട്ടത് ഒരു ജീവിതമാ, അത് മറക്കരുത്. സ്നേഹിക്കുക എന്നതിന് സ്വന്തമാക്കുക എന്നത് മാത്രമല്ലല്ലോ അർത്ഥം. എന്റെ മകളുടെ അച്ഛനോട് ജീവിതം മുഴുവൻ ആദരവേ ഉണ്ടാവും. അകലെ നിന്നുള്ള ആദരവല്ല, തന്റെ സാന്നിധ്യം, അതാണ് എനിക്ക് വേണ്ടത്. താനും മോളും ഇനിയെങ്കിലും എന്റെ കൂടെ ഉണ്ടാവണമെന്നാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. തന്റെ ജീവിതം തകർത്തതിന് നിമിത്തമായതിന്റെ പ്രായശ്ചിത്തം. അച്ഛനും അമ്മയുമായി ജീവിക്കുന്ന മായയുടെ ആഗ്രഹം നടക്കട്ടെ. വേണ്ട, എന്റെ മകളുടെ കണ്ണു തുടയ്ക്കാൻ വേണ്ടി തമ്പുരാന്റെ കുടുംബത്തിൽ കണ്ണീര് വീഴ്ത്തരുത്. ആ ശാപം കൂടി എന്റെ കുഞ്ഞിന്റെ മേൽ വന്ന് പതിച്ച എനിക്ക് സഹിക്കാനാവില്ല. ഞാൻ വാക്ക് തരാം, ഒരിക്കലും തന്റെ മകളുടെ കണ്ണു നിറയാതെ ഞാൻ നോക്കിക്കോളാം. അമ്മ വീട്ടിൽ പിറന്ന പെണ്ണുങ്ങളുടെ തലയിൽ വരച്ചൊരു വിധിയുണ്ട്, അത് തിരുത്താൻ തമ്പുരാൻ സാധിക്കില്ല. ഇനി ഒരിക്കലും തേടി വരാതിരുന്നാലും വെറുക്കില്ല, ശപിക്കില്ല. പൊയ്ക്കോളൂ.
എപ്പോഴാണ് നീ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്? വൈകിട്ട്. എന്നിട്ട് ഈ നേരം വരെ എവിടെയായിരുന്നു? മഠത്തിലേക്കും പോയില്ലല്ലോ. ഞാനിപ്പോ അവിടെ നിന്ന് ഇറങ്ങിയതുള്ളൂ. എവിടെയായിരുന്നു എന്ന് പറഞ്ഞില്ല നീ. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുന്നിൽ ശൂന്യതയായിരുന്നു. ലോകം മുഴുവൻ ഒരു കുറ്റവാളി എന്നോണം നോക്കുന്ന പോലെ. എവിടെയൊക്കെ അലഞ്ഞു. എന്റെ പാവ അച്ഛനെയും പെങ്ങന്മാരെയും കുറിച്ച് ഓർത്ത് നെഞ്ച് പറഞ്ഞപ്പോ ആരും കാണാതെ കുറെ കരഞ്ഞു. നിന്റെ അവസ്ഥ മറ്റാരേക്കാൾ എനിക്ക് മനസ്സിലാവും. ഇക്കാലം വരെ ഏതാപത്തിലും തോളോട് തോള് നിന്നവരെ നമ്മൾ ഏത് പ്രശ്നങ്ങളും ഒരുമിച്ച് നേരിട്ടു. പക്ഷെ ഇപ്പോ എനിക്ക് പോലും നിന്നെ സഹായിക്കാനായില്ലല്ലോ. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയായിരിക്കും അനുഭവിക്കേണ്ടി വരിക? കേസും ബഹളവും. ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ ഇനിയും ദ്രോഹിക്കാനാ ആ SI ഏമാന്റെ ഭാവമെങ്കിൽ മറ്റൊന്നും നോക്കില്ല ഞാൻ. ചവിട്ടിക്കൂട്ടി മഹേശ്വരപുരം പുഴയിലെറിയും ആ നീചനെ. എടാ, അതൊന്നും വേണ്ട. തമ്പുരാട്ടിയുടെ കരുണമുണ്ട്. കേസും പ്രശ്നവും ഒന്നും ഉണ്ടായില്ല. പക്ഷെ ആർക്കും പരിഹരിക്കാനാവാത്ത ഇപ്പൊ എന്റെ മുന്നിലുള്ള പ്രശ്നം. രുദ്രവീണ തുടരുന്നു. ആർക്കും പരിഹരിക്കാനാവാത്ത ഇപ്പൊ എന്റെ മുന്നിലുള്ള പ്രശ്നം. 80 പവൻ സ്വർണം. അതാരാ? എങ്ങനെയാ? മഠത്തിൽ നിന്ന്. ജീവ, നിന്റെ അച്ഛനും പെങ്ങന്മാരും പിന്നെ ഈ നാട് മുഴുവനും അത് തന്നെ ഓർത്ത് നെഞ്ചു നീറ്റുക. ആർക്കും ഉത്തരവില്ല. അന്വേഷിച്ചിട്ട് ഒരു തുമ്പ് പോലും കിട്ടിയിട്ടുമില്ല. അല്ലെങ്കിലും ഈ മഹേശ്വരപുരത്ത് സംഭവിക്കണ പലതിനും ഉത്തരങ്ങൾ ലഭിക്കാറില്ലല്ലോ. പക്ഷേ നിന്റെ കുടുംബത്തെ തന്നെ തകർത്ത് കളയുന്ന ഈ ചതിക്ക് പിന്നിൽ ആരാണെന്നും നടന്നത് എന്താണെന്നും കണ്ടെത്തേ തീരൂ. പക്ഷെ എങ്ങനെ? എവിടെ തുടങ്ങും? ആരെ പ്രതിസ്ഥാനത്ത് നിർത്തി അന്വേഷിക്കും? അറിയില്ല. എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്റെ കുടുംബത്തെ ഇങ്ങനെ ചതിച്ചു കളഞ്ഞ ആ നെറികെട്ടവൻ ആരായാലും എനിക്ക് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. കട്ടത് ഞാനെല്ലാം തെളിയിക്കാൻ മാത്രമല്ല, മൈഥിലിക്കായിട്ട് സ്വർണം മാറ്റിവെക്കാനുമല്ല. ഈ നാട്ടിൽ വേലി കഴിച്ചുവിടാൻ നിവൃത്തിയില്ലാത്തൊരു പെൺകുട്ടി മുന്നിൽ വന്നു നിന്നാൽ ആ സ്വർണം മുഴുവൻ വിട്ടുകൊടുത്തല്ലേ പറ്റൂ. അതല്ലേ ആചാരം. അതെ, സ്വർണം കണ്ടെത്താനുള്ള അന്വേഷണത്തിൽ ഞാനുണ്ട് ഇതിൻ്റെ ഒപ്പം. പക്ഷേ ഇപ്പൊ നീ മഠത്തിലേക്ക് പോകണം. ഇല്ലടാ, നഷ്ടപ്പെട്ട ആ സ്വർണമായിട്ട് മാത്രമേ എനിക്കിനി നെട്ടൂർ മഠത്തിലേക്ക് പടി കയറാൻ പറ്റൂ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ജീവ, മോളെ എഴുന്നേക്ക്. എത്ര നേരമായി നീ ഇങ്ങനെ? എഴുന്നേറ്റ് വല്ലതും കഴിക്കാൻ നോക്ക്. എനിക്കൊന്നും വേണ്ട. ഇങ്ങനെ വാശി പിടിക്കാതെ മോളെ. എനിക്ക് വിശപ്പും ദാഹവും ഇല്ല മുത്തശ്ശി. ഉള്ളില് നീറി കത്തണ കുറെ ചോദ്യങ്ങളുണ്ട്. അതിനുള്ള ഉത്തരം എനിക്കിപ്പോ വേണ്ടത്. അയാൾ എന്തിനാ വന്നത്?
ഇത്രയും കാലം സ്വന്തം ജീവിതത്തിൽ നിന്ന് ആട്ടി അകറ്റിയവരെ തേടി എന്തിനാ വന്നതെന്ന് ചോദിച്ചത് കേട്ടില്ലേ? ആചാരത്തിന്റെയോ അവകാശത്തിന്റെയോ പേരിൽ ദേവദാസി പരമ്പരയിലെ സ്ത്രീകളുടെ ജന്മം ചവിട്ടി അരച്ച് കടന്നുപോയാൽ പിന്നെ ഒരു തമ്പുരാനെ തേടി വന്നതായി കേട്ടിട്ടില്ല. പിന്നെന്തിനാ നീചം വന്നത്? മുത്തശ്ശി മറുപടി തരണോ എനിക്ക്? എനിക്കറിയില്ല മോളെ, മുത്തശ്ശിക്കൊന്നും അറിയില്ല. പക്ഷേ മുത്തശ്ശിയുടെ മകൾക്കറിയാം. സ്വീകരിച്ച് ആനയിച്ച് അകത്തളത്തിലിരുത്തി ചർച്ച ചെയ്യുന്നത് കണ്ടല്ലോ. അതമ്മ വീട്ടുകാരുടെ മര്യാദ. മര്യാദയല്ലേ, ദുഷിച്ച പാരമ്പര്യം. രാജവംശത്തിൽ പിറന്നവർക്ക് മുന്നിൽ പടിപ്പുരയും അറപ്പുരയും തുറന്നു കൊടുത്ത പഴയ ദാസ്യവൃത്തി. നോക്കു മുത്തശ്ശി, എനിക്ക് ജന്മം തന്ന ആ സ്ത്രീയെ വീണ്ടും പഴയ ആ നാണം കെട്ട ബന്ധത്തിന്റെ അഴുക്കുചാലിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടി തന്നെയാ ആ വൃത്തികെട്ടവൻ വന്നതെന്ന് ഞാൻ ഭയക്കുന്നു. ഇല്ല മോളെ, അയാൾക്കിന്ന് കുടുംബമുണ്ട്, മക്കളുണ്ട്. സ്വന്തം സന്തോഷങ്ങൾ ത്യജിച്ച് ഒരു തമ്പുരാനും ഒരു ദേവദാസിയുടെ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ചരിത്രമില്ല. സ്നേഹിക്കാനല്ലല്ലോ, സംരക്ഷിക്കാനും അല്ലല്ലോ. കാൽ കീഴിൽ കിടക്കണ ഒരു ദാസിയായിട്ട് ലോകം അറിയാതെ അങ്ങനെ ഒരു ബന്ധം തുടരാൻ വലിയവർക്ക് പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ മോളെ, അതിന് അമ്പാലിക തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയായിരുന്നെങ്കിൽ എപ്പോഴും അവൾക്കതാവാമായിരുന്നു. ആ ഡോക്ടർ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഈ നടക്കൽ വന്നു നിന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുക. നിന്റെ അമ്മയെ ഏറ്റെടുക്കാനാ അയാളന്ന് വന്നത്. രുദ്രവീണ തുടരുന്നു. നിന്റെ അമ്മയെ ഏറ്റെടുക്കാനാ അയാളന്ന് വന്നത്. പക്ഷെ അമ്പാലിക സമ്മതിച്ചില്ല. മറ്റൊരു വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ അന്ന് അവൾ അയാളെ യാത്രയാക്കിയത്. ആ ഒരു പ്രവൃത്തിയുടെ പേരില് എന്റെ ജന്മം നരകമായത്. പിഴച്ചു പറന്ന സന്തതി എന്ന് ഈ കാലം മുഴുവൻ അപമാനിക്കപ്പെട്ടത്, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നത്. ഈ അമ്മ വീട്ടിലെ ഇരുട്ടുമുറിയിലിരുന്ന് എത്രയോ രാത്രികളില് ആരും കാണാതെ കരഞ്ഞു കരഞ്ഞു ഞാൻ. എനിക്കറിയാം മോളെ നിന്റെ വേദനകൾ. ഇല്ല, അറിയില്ല, ആർക്കും അറിയില്ല. ഞാനൊരു പെണ്ണാണെന്ന് പോലും, എനിക്കൊരു ജീവിതം ഉണ്ടെന്ന് പോലും. അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ആ നശിച്ചവൻ ഇനി പഠിച്ചവിട്ടില്ലായിരുന്നു. ഒന്ന് ഞാൻ തീർത്തു പറയാം മുത്തശ്ശി, ഈ പ്രായത്തിനിടയിൽ അനുഭവിക്കാവുന്നതിനപ്പുറം അനുഭവിച്ചോളാം ഞാൻ. ഇനി വയ്യ, ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എനിക്ക് ശാപജന്മം തന്ന ആ മനുഷ്യൻ മേലിൽ ഈ പടി കയറി വന്നാൽ, എന്റെയോ എന്റെ അമ്മയുടെയോ നിഴൽവട്ടത്തെ പോലും അയാളെ കണ്ടാൽ അന്നീ അമ്മ വീടിന്റെ മുറ്റത്ത് സ്വയം കത്തി തിരിഞ്ഞാൻ. മകളോട് കൂടി എന്ന് പറഞ്ഞേക്ക്. രുദ്ര, മഹാദേവ, മതിലേച്ചി, ജീവ, രണ്ടാളും എന്താ ഇവിടെ? ജീവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയെന്ന് ഞങ്ങൾ അറിഞ്ഞു. എന്നിട്ട് മഠത്തിലേക്ക് വന്നില്ലല്ലോ, അതുകൊണ്ടാ ഞങ്ങൾ വന്നത്. ഇല്ല, ഏട്ടൻ വരുന്നില്ല. നിങ്ങൾ പൊയ്ക്കോ. വാ ജീവ. ഏട്ടൻ വരും. നമ്മുടെ വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചത് ആരാന്ന് തെളിഞ്ഞാൽ മാത്രം. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് ഞാൻ ക്രൂശിക്കപ്പെട്ടതെന്ന് ചുരുങ്ങിയ പക്ഷം അച്ഛൻ
അച്ഛൻ്റെയും നിങ്ങളുടെ മുമ്പിലെങ്കിലും എനിക്ക് തെളിയിക്കണം. മോള് പറയുന്ന പോലല്ല കാര്യങ്ങൾ. കള്ളൻ എന്ന ആരോപണത്തിൽ പോലീസ് ലോക്കപ്പിൽ കിടന്ന് തല്ല് വാങ്ങിയവനാ ഞാൻ. എൻ്റെ മുഖത്ത് ഈ പാട് മാഞ്ഞേക്കാം, പക്ഷേ മനസ്സിലേറ്റ മുറിവിൻ്റെ പാട് ഈ ജന്മത്തുമായില്ല. അതുപോലെ തന്നെ ഈ നാട്ടുകാരുടെ മനസ്സിലും എന്നെക്കുറിച്ചുള്ള ചിത്രം ഒരു കള്ളനായിട്ട് തന്നെ ആയിരിക്കും. അങ്ങനെയല്ല എനിക്ക് തെളിയിക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഏട്ടനീ നാടും വീടും വിട്ടു പോകേണ്ടി വരും. ഒരു കുറ്റവാളിയുടെ മുദ്രയില്ലാതെ കഴിയാവുന്ന എവിടേക്കെങ്കിലും. അതാണ് എൻ്റെ വിധിയെങ്കിൽ ഏട്ടനെ വെറുക്കരുത്. ഞാൻ എവിടെയെങ്കിലും നിന്ന് എന്തെങ്കിലും പണി ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോളാം. വാ ജീവ, നമുക്ക് പോവാം. ആഹാരം കഴിക്കാതെ മുഷിന്റെ കുപ്പായ വിട്ട് ജീവൻ പുഴക്കരെ കിടന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടാ. ഞാൻ അധികം വൈകാതെ അങ്ങ് വരും. മോളിപ്പോ മൈഥിലി ചേച്ചിയും കൂട്ടി പൊക്കോ.